ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇവിടെയുള്ള എല്ലാവരും കിടന്നുറങ്ങി പിണീറ്റിട്ടേ ഉള്ളൂ. എല്ലാവരും തിണ്ണയിലിരിക്കുകയാണ് ഗൈസ്. അപ്പം വേഗം ചെന്ന് ചായ എല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഓരോ മുന്നിലൊക്കെ ഉണ്ട് ചായ എല്ലാം വെക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണല്ലോ. എന്നപ്പോൾ പിന്നെ ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു. then നമ്മൾ അടുക്കളയിലെത്തി. അപ്പോൾ ചായക്കുള്ള വെള്ളം വെക്കട്ടെ ഗൈസ്. ഗൈസ്, അപ്പം നമ്മൾ ഗ്രൂപ്പ് കാപ്പി ആക്കാമെന്ന് വിചാരിച്ചു. സോദാ പാലുണ്ട് ഗൈസ്. ഒരു ലാക്കിലും അങ്ങനെ അടുപ്പത്ത് പാലൊക്കെ വെച്ചു. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആണെന്ന് പറയാം. നമ്മളിപ്പം പാല് തിളയ്ക്കുന്നത് ഇങ്ങനെ നോക്കിക്കും. ആ ടൈമിൽ പാല് തിളക്കുകയില്ല. നമ്മൾ കുറേ നോക്കിനാലും പാല് തിളക്കില്ല. അത് കഴിഞ്ഞ് അമ്മയോ ആരെങ്കിലും ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് നമ്മളൊന്ന് അങ്ങോട്ട് ഇങ്ങനെ എഴുതി വെക്കുമ്പോഴത്തേക്കുണ്ടാവും പാല് തിളച്ച് പൊന്തി താഴ്പോയി ആ അവസ്ഥയായി. ഇതെല്ലാവർക്കും റിലേറ്റബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ ഈ പ്രശ്നമെന്ന് എനിക്കറിയില്ല. പാലങ്ങനെ തിളച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളിതാ ബ്രൂവിൻ്റെ പാക്കറ്റെല്ലാം പൊട്ടിച്ചിടുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ബ്രൂവിൻ്റെ പാക്കറ്റ് കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് പൊട്ടിച്ചിടാൻ കുറച്ച് പ്രയാസമായിരുന്നു. എന്നിതാ ചായ ആയി. നമ്മളിതാ ചായ അരിപ്പ് വെച്ചിട്ട് വേറെ അതിലേക്ക് ആക്കുകയാണ്. ഈ അരിപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ബ്രൂ ആക്കുമ്പോൾ അതിൻ്റെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. സോ അത് പോക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഗൈസ്, നേരത്തെ എടുത്ത് വെച്ച പാലാണ് ഗൈസ്. അപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് പാടെല്ലാം പിടിച്ചു. നിങ്ങൾക്ക് പാട ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദെൻ ഇതാ ഞാൻ ചായ കുടിക്കുന്നു. ഇതായിരുന്നു ചായക്കൂട്ടൽ. ആൻറ്റീനോട് ചായ കുടിക്കാൻ പറഞ്ഞു. ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടു. ദെൻ അമ്മേനോട് ചായ കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ലവ് യു ആൻഡ് ബൈ.